നമസ്കാരം. മാറ്റണം മാറ്റണം എന്ന് നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന, പക്ഷേ വീണ്ടും വീണ്ടും ആവർത്തിച്ചു പോകുന്ന ചില ശീലങ്ങളില്ലേ? അങ്ങനെയുള്ള ശീലങ്ങളെ മാറ്റാൻ നമ്മുടെ മനസ്സിനെ തന്നെ ഒന്ന് റീപ്രോഗ്രാം ചെയ്യാൻ സഹായിക്കുന്ന വളരെ സിമ്പിൾ പക്ഷേ ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ടെക്നിക്കിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഇതൊരു പക്ഷേ നിങ്ങൾക്കും അനുഭവം ഉണ്ടാകും അല്ലേ? ചിലപ്പോൾ അത് വെറും മടിയായിരിക്കാം, അല്ലെങ്കിൽ നഖം കടിക്കുന്ന ശീലം, അതുമല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരുന്നത്, അങ്ങനെ എന്തും. എത്രയൊക്കെ ശ്രമിച്ചാലും നമ്മൾ വീണ്ടും അതേ സ്ഥലത്ത് തന്നെ എത്തിയതുപോലെ തോന്നാറില്ലേ? എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്? അതിന്റെ കാരണം വളരെ സിമ്പിളാണ്. നമ്മുടെ ഉപബോധ മനസ്സില്ലേ, അവിടെ ആ ശീലവുമായി ബന്ധപ്പെട്ട ഒരു ചിത്രം അങ്ങ് ഉറച്ചുപോയിട്ടുണ്ട്. അതായത് ഒരു ഓട്ടോമാറ്റിക് സ്വിച്ച് ഇട്ട പോലെയാണ്. ആ ചിത്രം മനസ്സിൽ വരുമ്പോഴേക്കും നമ്മൾ അറിയാതെ തന്നെ ആ ശീലം വീണ്ടും ആവർത്തിക്കും. അപ്പോ ഈ ഉറച്ചുപോയ ചിത്രം എങ്ങനെ മാറ്റാൻ പറ്റും? അതിനുള്ളൊരു കിടിലൻ ഉത്തരമാണ് സ്വിഷ് പാറ്റേൺ. നമ്മുടെ മനസ്സിലുള്ള ആ പഴയ ചിത്രത്തെ അങ്ങ് മാറ്റിയിട്ട് പകരം പുതിയൊരെണ്ണം വെക്കാനുള്ളൊരു എളുപ്പ വഴിയാണത്. വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ, നമ്മുടെ തലച്ചോറിലെ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്ന പോലെയാണിത്. പഴയ, നമുക്ക് വേണ്ടാത്ത ഒരു ഫയലിനെ ഡിലീറ്റ് ചെയ്ത് പുതിയൊരെണ്ണം ഇൻസ്റ്റാൾ ചെയ്യുന്നു. അത്രയുള്ളൂ. ഈ ഐഡിയ കുറച്ചുകൂടി ക്ലിയർ ആക്കാൻ നമുക്ക് ചെറിയൊരു കാര്യം ചെയ്യാം. നമ്മുടെ മനസ്സിനെ ഒരു വലിയ സിനിമാ സ്ക്രീനായിട്ടൊന്ന് സങ്കല്പിച്ചു നോക്കൂ. ഈ സ്ക്രീനിലാണ് നമ്മുടെ ചിന്തകളും ഓർമ്മകളുമൊക്കെ ഇങ്ങനെ ചിത്രങ്ങളായിട്ട് വന്നും പോയും ഇരിക്കുന്നത്. ശരി, അപ്പോൾ തിയറിയൊക്കെ മതി. ഇനി നമുക്കിത് എങ്ങനെയാണ് പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നതെന്ന് നോക്കാം. ഞാനീ പറയുന്നത് പോലെ മനസ്സുകൊണ്ട് ഒന്ന് ചെയ്തു നോക്കാൻ ശ്രമിക്കണം കേട്ടോ. ഈ ടെക്നിക്ക് ചെയ്യാൻ വെറും 5 സിമ്പിൾ സ്റ്റെപ്സേ ഉള്ളൂ. ആദ്യം ആ പഴയ ചിത്രം മനസ്സിൽ കാണുന്നു, പിന്നെ നമുക്ക് വേണ്ട പുതിയ ചിത്രമുണ്ടാക്കുന്നു. മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഇവയെ തമ്മിൽ സ്വിഷ് ചെയ്യും. അത് കഴിഞ്ഞ് മനസ്സിന്റെ സ്ക്രീൻ ഒന്ന് ക്ലിയറാക്കും. അവസാനം ഇതേ കാര്യം പലതവണ വേഗത്തിൽ ആവർത്തിക്കും. അപ്പോൾ ഓരോ സ്റ്റെപ്പും എങ്ങനെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ സ്റ്റെപ്പ്. നിങ്ങൾ മാറ്റാൻ ആഗ്രഹിക്കുന്ന ആ ശീലത്തെക്കുറിച്ച് ഒന്ന് ഓർത്തു നോക്കൂ. ആ ശീലം ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു ചിത്രമില്ലേ? ആ ചിത്രം നിങ്ങളുടെ ആ മാനസിക സ്ക്രീനിൽ വളരെ വലുതായിട്ട് നല്ല ക്ലിയർ ആയിട്ടൊന്ന് കാണുക. ഒരു ഉദാഹരണം പറഞ്ഞാൽ, പരീക്ഷയെ പേടിയാണെങ്കിൽ ചോദ്യപേപ്പർ കണ്ട് പേടിച്ച് വിറച്ചിരിക്കുന്ന നിങ്ങളുടെ ഒരു ചിത്രം. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ്. ആ ശീലം മാറിയാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും? ആ ഒരു പോസിറ്റീവ് ചിത്രം മനസ്സിൽ കാണുക. നല്ല ആത്മവിശ്വാസത്തോടെ, സന്തോഷത്തോടെ ഇരിക്കുന്ന നിങ്ങളുടെ ഒരു ചിത്രം. പക്ഷെ ഒരു കാര്യമുണ്ട്. ഈ പുതിയ ചിത്രം നിങ്ങളുടെ ആ വലിയ സ്ക്രീനിൻ്റെ ഒരു മൂലയിൽ വളരെ ചെറിയ, നല്ല ബ്രൈറ്റായിട്ടുള്ള ഒരു പൊട്ടുപോലെ മാത്രം കണ്ടാൽ മതി. ശരി, ഇനി വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ്. ശ്രദ്ധിക്കണം. ഇപ്പോൾ നിങ്ങളുടെ സ്ക്രീനിലുള്ള ആ വലിയ പഴയ ചിത്രം പെട്ടെന്ന് വളരെ വേഗത്തിൽ ചെറുതായി ചുരുങ്ങുന്നു. അതേസമയം തന്നെ ആ മൂലയിലിരുന്ന ചെറിയ ബ്രൈറ്റ് ചിത്രം ഒരു പൊട്ടിത്തെറിയോടെ സ്ക്രീൻ മുഴുവൻ നിറയുന്നു. ഇത് കണ്ണിമ വെട്ടുന്ന വേഗത്തിലായിരിക്കണം നടക്കേണ്ടത്. ഈ സമയത്ത് മനസ്സിൽ സ്വിഷ് എന്നൊരു ശബ്ദം കേൾക്കുകയോ അല്ലെങ്കിൽ പുറത്തേക്ക് ഉറക്കെ പറയുകയോ ചെയ്യാം. അത് ഈ പ്രോസസ്സിനെ ഒന്നുകൂടി പവർഫുള്ളാക്കും. ആ സ്വിഷ് കഴിഞ്ഞ ഉടനെ ഒരു നിമിഷത്തേക്ക് മനസ്സ് കംപ്ലീറ്റായിട്ട് ശൂന്യമാക്കുക. ഒരു ബ്ലാങ്ക് സ്ക്രീൻ പോലെ. എന്തിനാണെന്നോ, ആ പുതിയ പാറ്റേൺ നമ്മുടെ തലച്ചോറിലൊന്ന് ഉറപ്പിക്കാനാണ് ഈ ചെറിയ ഗ്യാപ്പ്. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ചെയ്ത ഈ പ്രോസസ്സ് ഒരു 5 or 10 തവണ വളരെ വേഗത്തിൽ ആവർത്തിക്കുക. പഴയ ചിത്രം കാണുന്നു, പുതിയ ചിത്രം മൂലയിൽ, പിന്നെ സ്വിഷ്. അപ്പോ ഇതൊരു വെറും മാനസിക വ്യായാമം മാത്രമല്ല കേട്ടോ. നമ്മുടെ ഡെയിലി ലൈഫിൽ ശരിക്കും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഇതിന് പറ്റും. ഇതെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കാമെന്ന് നോക്കിയാലോ? ഇതിൻ്റെ ഒരു പവർ നോക്കൂ. ഒരു ടീച്ചർക്ക് സ്റ്റേജിൽ കയറാൻ പേടിയുള്ള കുട്ടികൾക്കോ അല്ലെങ്കിൽ പഠിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഈ ടെക്നിക്ക് പഠിപ്പിച്ചു കൊടുക്കാം. അവരുടെ ഉള്ളിലുള്ള ആ തോൽവിയുടെ ചിത്രമില്ലേ, അതിനെ മാറ്റി ഒരു വിജയത്തിന്റെ ചിത്രം വെക്കാൻ ഇതവരെ ഒരുപാട് സഹായിക്കും. വെറുതെ കേട്ടിട്ട് പോയാൽ മാത്രം പോരല്ലോ. ഇതിൽ നിന്ന് എന്തെങ്കിലും ഗുണം കിട്ടണമെങ്കിൽ നമ്മളിത് സ്വയം ഒന്ന് ചെയ്തു നോക്കണം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്കായിട്ടൊരു ചെറിയ ടാസ്ക്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയുള്ളൂ. ഇന്ന് രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ മാറ്റാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു ചെറിയ ശീലം തിരഞ്ഞെടുക്കുക. അത് മടിയാവാം, ദേഷ്യമാവാം, എന്തും. എന്നിട്ട് നമ്മളിപ്പോൾ പഠിച്ച ഈ സ്വിഷ് പാറ്റേൺ ഒരു 10 തവണയെങ്കിലും പ്രാക്ടീസ് ചെയ്യാം. നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ ശീലത്തോടുള്ള നിങ്ങളുടെ മനോഭാവത്തിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്ന് സ്വയം ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം. ഒരു കാര്യം ഓർക്കുക, നമ്മുടെ ശീലങ്ങളെ നിയന്ത്രിക്കുന്നത് നമ്മുടെ മനസ്സിലെ ചിത്രങ്ങളാണ്. ആ ചിത്രങ്ങളെ മാറ്റാനുള്ള ഒരു താക്കോലാണ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് ഉപയോഗിക്കാൻ നിങ്ങൾ റെഡിയാണോ?